ഫാം സ്റ്റോറിയുടെ 2026 മാംഗോ ഫെസ്റ്റാണ്. അത് 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് മാംഗോ ഫെസ്റ്റ് നടക്കുന്നത്. ദിളവാവൂരും അമ്പിളിമുക്കിലുള്ള ഫാം സ്റ്റോറിയിൽ വെച്ചാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഈ ഫെസ്റ്റിലേക്ക് 100-ൽ പരം വെറൈറ്റികളാണ് നമ്മൾക്ക് ഇവിടെ പ്രദർശനത്തിനുള്ളത്. പിന്നെ വിൽപ്പനയ്ക്കായിട്ടുള്ള 25-ൽ കൂടുതൽ വെറൈറ്റികൾ ഇവിടെയുണ്ട്. അപ്പം എല്ലാവരും വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവരിക, എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കാണാനുള്ള അവസരം കൊടുക്കുക. എല്ലാവരും വരിക, സഹകരിക്കുക. ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി മിനിസ്റ്ററാണ് ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട MLA സുജിത് വിജയൻ പിള്ള, അതുപോലെ വിശിഷ്ട വ്യക്തികൾ, സബിത ബീഗം, മറ്റുള്ള എല്ലാ പ്രിയൻ ട്രിബല്ലോ, മറ്റുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും പങ്കെടുത്ത ചടങ്ങ് അവാർഡ് ദാനത്തോടുകൂടി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന ചടങ്ങിന് എല്ലാവരും നമ്മുടെ മാംഗോ സെയിലിലാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് ഇവിടെ കായോടുകൂടിയുള്ള തൈകളാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ചക്കരക്കുട്ടിയായാലും ബനാന മാംഗോ, നാംടോക്കുമായി ഇതെല്ലാം കായ്ച്ച തൈകൾ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നേരത്തെ വന്നാൽ എല്ലാവർക്കും തൈകൾ വാങ്ങിക്കാം. പിന്നെ തീർന്നു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്നെ വഴക്ക് പറയരുത്, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് മാമ്പഴ പായസമുണ്ട്, നാടൻ നെയ്യുണ്ട്, നമ്മുടെ വെളിച്ചെണ്ണയുണ്ട്, കോഴിമുട്ട, താറാമുട്ട മുതൽ എല്ലാ വിഭവങ്ങളും ഉണ്ട്. നാടൻ പശുവിൻ്റെ ശിഷ്യ 2 തരം നെയ്യുണ്ട്. നാടൻ പശുവിൻ്റെ വെച്ചൂർ പശുവിൻ്റെ നെയ്യുണ്ട്, പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയുണ്ട്, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ മില്ലാട്ടിയ വെളിച്ചെണ്ണയുണ്ട്, പിന്നെ സാദാ നെയ്യുണ്ട്, പിന്നെ എല്ലാവിധമായ തൈകളും ഉണ്ട്. നമ്മളിവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന എല്ലാ മാങ്ങകളുടെയും തൈയുണ്ട്. പിന്നെ ഫലവൃക്ഷങ്ങളുടെ എല്ലാം തൈയുണ്ട്. പിന്നെ മാങ്കോ തെരയുണ്ട്. ഇത് ഏപ്രിൽ 25 മുതൽ ഇന്നായിരുന്നു ഉദ്ഘാടനം. 25 മുതൽ 29 വരെയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഫെസ്റ്റ്. അപ്പം ഞായറാഴ്ചയിലും തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പം വന്നു കഴിഞ്ഞാൽ എല്ലാ മാങ്ങകളും അതുപോലെ അതിൻ്റെ പ്രോഡക്ട്സുകളും എല്ലാം ലഭ്യമാണ്, തൈകളും. ഇപ്പോൾ ഇൻ കേസ് നമുക്കിത് വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ, വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 ദിവസം വരെ വലിയ തിരക്കായിരിക്കും. അത് കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. ഉൽപ്പന്നങ്ങളായാലും നെയ്ക്കൊക്കെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവർക്കും അയച്ചു തരാം. അത് ഈ ഫെസ്റ്റ് കഴിഞ്ഞിട്ടേ അയക്കത്തുള്ളൂ. മാമ്പഴം അതുപോലെ തന്നെ പകുതി മാമ്പഴമേ ഇവിടെ എത്തിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം മാവിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊറിയർ സർവീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മാങ്കോ തെര, നെയ്യ്, ഉരുക്ക് വെളിച്ചെണ്ണ, എന്ത് സാധനമായാലും ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ബുക്ക് ചെയ്തിരുന്നാൽ മതി, നമ്പറിട്ട് ബുക്ക് ചെയ്തിരുന്നാൽ മതി. ഇതാണ് നമ്മളെല്ലാവരും ലക്ഷങ്ങൾ നായ കാവൽ നിർത്തിയെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിക്കുന്ന വലിയ ഹൈക്ക് അതിനകത്തില്ല. പക്ഷേ കാണാനുള്ളൊരു കാഴ്ച, അതുപോലെ തന്നെ ടേസ്റ്റ്, ഒരു ഫെസ്റ്റിൻ്റെ ഒരു കൗതുകം. ഇത് ഡോക്ടർ കണ്ണൻ എനിക്ക് ഗിഫ്റ്റ് തന്ന. എൻ്റെ ഇത് പഴുത്തുപോയി. ഇന്നലെ പാലക്കാട് നിന്ന് കൊണ്ടുവന്നത് പഴുത്തുപോയി. അപ്പോൾ രാവിലെ ഡോക്ടർ കണ്ണൻ കൊടുത്തു വിട്ടതാണ്. പിന്നെ ബ്ലാക്ക് മാംഗോ ഒന്ന് കാണിക്കണമായിരുന്നു. ഇത് കസ്തൂരി എന്നും പറയും, ബ്ലാക്ക് മാംഗോ എന്നും പറയും. ഇത് കണ്ണൻ ഡോക്ടർ രാവിലെ കൊടുത്തു വിട്ടതാണ് ഫെസ്റ്റിന് വയ്ക്കാനായിട്ട്. ഇവിടെയുണ്ട് വലിയ മാവുകൾ, പക്ഷേ ഡോക്ടർ കണ്ണനാണ് ആദ്യം കായ്ച്ചത്. ഡോക്ടർ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞാൽ രാവിലെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് രാവിലെ കൊടുത്തു വിട്ടതാണ്. ഇതൊക്കെ ഒരു സ്നേഹം. ഇത് നാഷണൽ റോസ് ഗാർഡനിലെ മാഡം എനിക്കായിട്ട് കൊടുത്തു വിട്ടതാണ് ഫെസ്റ്റിന് വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊരു സ്നേഹമാണ്. പിന്നെ കുടംപുളി, വാളംപുളി, കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളുടെ തന്നെ കോഴിമുട്ട, താറാമുട്ട. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഇത് നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് ഇത് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് ഡയറക്റ്റ് കഴിക്കും ആൾക്കാർ. ഇതാണ് നമ്മുടെ വെച്ചൂർ പശുവിൻ്റെ നെയ്യാണ്, നാടൻ നെയ്യാണ്. പിന്നെ ഇത് നമ്മുടെ സാദാ നെയ്യാണ്. ഇത് നമ്മുടെ മാങ്കോ തെര ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട്. സാറ് കഴിച്ചു നോക്കൂ, ഒന്ന് കഴിച്ചു നോക്കൂ. സാറ് കഴിച്ചു നോക്കൂ. ഒരു വെറൈറ്റി, ഒരു യുണീക്ക് സാധനമായിട്ട് തോന്നുന്നു. ഒരു വെറൈറ്റി, സംതിങ് ഡിഫറെൻറ്റ്. സ്വീറ്റാണ്, എന്നാൽ സ്വീറ്റിൻ്റെതായ ഒരു സ്വാധീനമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത്. കൊള്ളാം. ഇല്ല, ഷുഗറില്ല. ഇത് മാമ്പഴത്തിൻ്റെ നമ്മൾ മാമ്പഴം പിഴിഞ്ഞ് അതിൻ്റെ അല അരച്ചെടുത്തിട്ട് നമ്മൾ വെയിലിൽ അല്ലെങ്കിൽ ഞങ്ങൾ ട്രയറിലാണ് ചെയ്യുന്നത്. ട്രയറിൽ ഉണക്കിയെടുക്കുന്നത്. ഇത് വർഷങ്ങളോളം ഇരിക്കും.
അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് പാമ്പഴ പായസത്തിന് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഡെസേർട്ടിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് എല്ലാവർക്കും നല്ലതാണ്, ട്രഡീഷണൽ സാധനമാണ്. ഡയബറ്റിക് പേഷ്യൻസിന് അഡ്വൈസബിൾ ആണ്. അതെ, ഷുഗർ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ മാംഗോ അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഫെസ്റ്റിന് വയ്ക്കുമ്പോൾ ഇതുവരെ സെയിലിന് വെക്കാൻ പറ്റിയിട്ടില്ല ജഹാംഗീർ. ഈ വർഷം നമുക്ക് ഫെസ്റ്റിന് വെക്കുന്ന ഒരുപാട് റിക്വസ്റ്റ് കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം കുറേ മാങ്ങകൾ ഇവിടെ സെയിലിനുണ്ട് ജഹാംഗീർ. ഇപ്പോൾ ഒരെണ്ണമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റും ജഹാംഗീർ. പിന്നെ പരിചയപ്പെടുന്നത് ഇതാണ് ഏറ്റവും ഫേമസ് ഹിമ പസന്ത്. ഏറ്റവും നല്ല മധുരവും നല്ല ഫ്ലേവറും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മാങ്ങയാണ് ഹിമ പസന്ത്. പിന്നെ ഇത് എല്ലാവർക്കും അറിയാം സിന്ദൂരം പോലെ, അതിനൊരു സിന്ദൂരത്തിൻ്റെ നിറമുണ്ട്, അതാണ് സിന്ദൂരം. ഇത് ജ്യൂസിന് ഇപ്പോൾ നമ്മൾ പായസം, മാമ്പഴ പായസമൊക്കെ വെച്ചേക്കുന്ന ഈ മാങ്ങയാണ്. ഇതാണ് മല്ലിക. ഇത് നമ്മളുടെ എല്ലാവർക്കും മല്ലിക അറിയാത്ത ആരുമില്ല. മല്ലിക ഭയങ്കര ടേസ്റ്റി മാങ്ങയാണ്. കേസറാണ്. ഇത് കേസർ നല്ലോണം പഴുക്കണം. നല്ല പഴുക്കുമ്പോൾ നല്ല കളർ വരും. കേസറിന് നല്ല മധുരമാണ്. പഴുക്കാതെ കഴിക്കുകയും ചെയ്യരുത്, നല്ല പഴുക്കണം, ഈ കളർ വരണം. പിന്നെ ഇതാണ് നമ്മുടെ കോട്ടൂർക്കോണം. ഇത് നമ്മൾ ഈ കളർ കണ്ടാൽ ഇത് പഴുത്തിട്ടില്ല. അതാണ് ഇത് ഷെൽഫ് ലൈഫ് കൂടുതലുള്ളൊരു മാങ്ങയാണ് കോട്ടൂർക്കോണം. തിരുവനന്തപുരംകാരുടെ ഒരു ആരാധനയുള്ള മാങ്ങയാണ്. ഇതാണ് നമ്മുടെ പ്രിയൂര് തന്നെ 2 വെറൈറ്റി ഉണ്ട് ഇവിടെ നമുക്ക് ഇപ്പം. ഇത് കാലാപ്പാടി. ഇതാണ് നമ്മുടെ പഞ്ചവർണ്ണം. ഇതാണ് പഞ്ചവർണ്ണം. ഇതാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ കർപ്പൂരം. നമ്മുടെ ചെറിയ കിളിച്ചുണ്ടൻ. ഇതൊക്കെ അപൂർവമായിക്കൊണ്ടിരിക്കുക. ഇപ്പം എല്ലാ വീട്ടുമുറ്റത്തും ഉണ്ടായിരുന്നതായിരുന്നു ഈ മാങ്ങകൾ. കോട്ടൂർക്കോണം ഇത് പഴുത്ത് വരുമ്പോൾ ഈ കളറായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തിരുവനന്തപുരത്തിൻ്റെ മാങ്ങ. പിന്നെ ഇതാണ് ഫേമസ് കാലാപ്പാടി. 2E2 ജംബോ റെഡ് എന്നും പറയും. ഇത് നല്ല മാങ്ങയാണ്. കിങ് ഓഫ് ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ മാവുകളിൽ പിടിച്ച നാംഡോഗ്മായി ഈ വർഷം നമുക്ക് ഇവിടെ ആൾക്കാർക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ടുണ്ടാവും. സ്റ്റോറിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാങ്ങകളൊക്കെ വാങ്ങിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ എല്ലാം തൈകളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതും കായ്ച്ച് നിൽക്കുന്ന തൈകളാണ് ഈ ഫാം സ്റ്റോറിയുടെ ഒരു പ്രത്യേകത. കാരണം പാലക്കാട് മാവിൻ്റെ എസ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ബഡ് ചെയ്ത മാവും തൈകൾ നമുക്കിവിടെ കിട്ടാനുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് മാവും തൈകൾ കിട്ടുന്ന ഓരോരോ സ്ഥലമാണ് ഫാം സ്റ്റോറി ദളവാപുരത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് മാങ്ങകൾ പിടിച്ചു കിടക്കുന്ന തൈകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാ മാവിലും മാങ്ങയുണ്ട്. അപ്പം എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. 100-ൽ പരം മാങ്ങകളാണ് ഇവിടെ ഉള്ളത്, വെറൈറ്റി മാങ്ങകൾ. അപ്പോൾ അതൊക്കെ വാങ്ങാനും അപ്പോൾ കുട്ടികളൊക്കെ ഒത്ത് നമ്മുടെ ഈ ഫാം സ്റ്റോറി കാണാനായിട്ട് എത്തുക. കാരണം കുട്ടികളിലും ഒരു കാർഷിക വാസന ഉണ്ടാകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അവരെയും കാർഷിക ജീവിതം പഠിപ്പിക്കുക. അപ്പോൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികളൊത്ത് വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 25-ാം തീയതി തുടങ്ങുന്ന പ്രോഗ്രാം ഏപ്രിൽ 29-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊത്ത് ഈ മാംഗോ ഫെസ്റ്റ് കാണാനും നല്ല നല്ല മാങ്ങകൾ വാങ്ങാനും ഒക്കെ ശ്രമിക്കുക. അതേപോലെ മാവും തൈകൾ ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പം എല്ലാവരെയും ഈ മാംഗോ ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു.